നമസ്കാരം. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല വളരെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജനങ്ങളുടെയും നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉണ്ടായിരുന്നതുമാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരിടേണ്ടി വന്ന രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജലത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു. കുടിവെള്ളം ഇല്ലാതിരുന്നതും അത് മുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഇതൊക്കെ അവിടുത്തെ മേയറും ആളുകളൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തീയ പള്ളികളും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളൊക്കെ തുറന്നു കൊടുക്കുകയും അവിടെയുള്ള ജനങ്ങൾ, മറ്റു മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ അവരുടെ വീടുകളും അവരുടെ ഓഫീസുകളൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചായയും കാപ്പിയും ഒക്കെ അവിടെയുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പരിധി വരെ നല്ല കാര്യം തന്നെയായിരുന്നു. കാരണം അവിടെ എത്തി വിശന്ന് വലഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി ദാഹജലമൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാരും അവരുടെ മതത്തെ വളർത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആളാവാൻ വേണ്ടിയിട്ടോ ചെയ്തതാണെന്ന് തോന്നില്ല. കാരണം ഇതിനു മുമ്പും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം ഒരു നബിദിനം വരികയാണെങ്കിൽ അതിൽ ഹിന്ദു സഹോദരന്മാർ സഹകരിക്കുന്നതും, ഒരു പള്ളി പെരുന്നാൾ വരികയാണെങ്കിൽ അതിൽ മറ്റു മതസ്ഥർ സഹകരിക്കുന്നതും, ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ സഹകരിക്കുന്നതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ആരും തന്നെ അവരുടെ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ ആളാവണം, തങ്ങളെ മതത്തെ ഉയർത്തി കാണിക്കണം എന്നുള്ള രീതിയിൽ ഒന്നും തന്നെയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഒരു വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പള്ളി തുറന്നു കൊടുത്തതും അതുപോലെ തന്നെ ചായ സൽക്കാരമൊക്കെ നടത്തിയിരിക്കുന്നത് ആളുകൾക്ക് മുമ്പിൽ നമ്മൾ വലിയ ആളുകളാണ്, നമ്മുടെ മതത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നാണ് ശശികല ടീച്ചർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതായത് ഈ ഒരു പള്ളിയുമാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയും കാര്യങ്ങളൊക്കെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നുള്ള കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ മതം വളർത്തുന്നതിന് വേണ്ടിയിട്ടും തങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടുമാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ശശികല ടീച്ചർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അപ്പിടാൻ മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നതല്ല മതേതരത്വം എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. നമുക്ക് ശശികല ടീച്ചറുടെ ഈ വാക്കുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിമർശനങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയ ഭക്തർക്ക് തിരുവനന്തപുരം ജുമാ മസ്ജിദിൽ പ്രത്യേക പന്തലൊരുക്കി വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു നൽകിയതിനെ പരിഹസിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് KP ശശികല. മുട്ടുമ്പോൾ കക്കൂസ് തുറന്നു കൊടുക്കുന്നതും ചാനലിന് മുന്നിൽ ചായ സൽക്കാരം നടത്തുന്നതുമല്ല യഥാർത്ഥ മതേതരത്വം. നബിദിനത്തിൽ ഓടി വന്ന് മാലയിടുന്നതും അമ്പലത്തിൽ വാങ്കു വിളിക്കുന്നതും നോമ്പ് തുറക്കുന്നതുമെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടി തുറന്നുവിടുന്നതാണെന്നും ശശികല അധിക്ഷേപിക്കുന്നു. പൊങ്കാലയ്ക്ക് എത്തിയവർക്ക് പന്തലൊരുക്കിയും വെള്ളം നൽകിയും ക്രിസ്ത്യൻ മതക്കാരും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളും വലിയ സൗകര്യങ്ങൾ ചെയ്തു നൽകിയപ്പോൾ അതിനെയെല്ലാം തന്നെ വലിയ രീതിയിൽ പരിഹസിക്കുകയാണ് ശശികല ടീച്ചർ. 3.5 പതിറ്റാണ്ടിലധികം ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവരിൽ ഒരാളായിട്ടാണ് ജീവിച്ചതും പഠിച്ചതും. ചോക്ലേറ്റ് കഥ പോലെ 10D ക്ലാസ്സിലെ ഏക ഹിന്ദു പെൺകുട്ടിയായി. സൗഹൃദങ്ങൾക്കോ സ്നേഹത്തിനോ അന്നും ഇന്നും മതം ഒരു ഘടകമായി തോന്നിയിട്ടില്ല. പെരുന്നാളും 27-ാം രാവും 17-ാം രാവും ഒക്കെ എന്നാണെന്ന് ഞങ്ങളുടെ മതസ്ഥർക്കും അറിയാം. ചുറ്റുമുള്ള എല്ലാ മുസ്ലിം വീട്ടിൽ നിന്നും പലഹാര പാത്രങ്ങൾ അവർ തന്നെ ഞങ്ങളുടെ അടുക്കളയിൽ കൊണ്ടുവെക്കും. ഞങ്ങളുടെ അടുക്കളയിലെ പാത്രങ്ങൾ തുറന്നു നോക്കും. ഇഷ്ടമുള്ളതാണെങ്കിൽ എടുത്തു കഴിക്കും. അങ്ങനെ സ്കൂളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞങ്ങൾക്കാർക്കും ഒരു കാര്യത്തിലും മതഭേദമുണ്ടായിട്ടില്ല. ശശികല ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. യാത്രകളിൽ കടയിലൊക്കെ കാണുന്ന മുസ്ലിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ചാനലുകൾക്ക് വേണ്ടിയുള്ള അഭിനയമല്ല അതൊന്നും. ഇതിനിടയിലൂടെയാണ് മതേതരക്കാരുടെ ചീപ്പ് ഷോകൾ കയറി നിരങ്ങുന്നത്. വർഗീയത ആശയങ്ങളുമായും അവകാശങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ്. അവിടെ ആരും കടുംപിടുത്തം പിടിക്കാറില്ല. വന്ദേമാതരം ചൊല്ലുമോ? തിരുപ്പുറം കുണ്ടത്ത് കാർത്തിക ദീപം കൊളുത്തുമോ? മുനമ്പം വഖഫ് ഭൂമിയാണോ? ഇങ്ങനെ 1000 ചോദ്യം ഈ വേഷം കെട്ടുകാരോട് ചോദിച്ചു നോക്കിയാൽ അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് കാണാമെന്നും ശശികല പരിഹസിക്കുന്നു. ഈ വൈറൽ പനിക്ക് മരുന്നില്ലെന്നും സാവകാശം മാറുമെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ചർച്ചകൾക്കുമാണ് ശശികല ടീച്ചർ വഴി തുറന്നു വെച്ചിട്ടുള്ളത്. ഒട്ടനവധി ആളുകളാണ് ടീച്ചറുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്.